ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. എൻ്റെ ഇവിടുത്തെ ഞാൻ ഗുജറാത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ മിലിറ്ററി ക്വാർട്ടേഴ്സിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ആരോടും സംസാരിക്കാനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഓരോരുത്തർ ഓരോരോ റൂമിലായിരിക്കും. ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത് അത്യാവശ്യം നല്ല ക്വാർട്ടേഴ്സാണ്. മുംബൈയിലൊക്കെ ആയിരുന്നപ്പം ഒരു റൂം, ഒരു കിച്ചൺ, ഒരു ബാത്റൂമും ടോയ്ലറ്റും ഒന്നിൽ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയാണ് കിട്ടുക. അപ്പം ചിലപ്പം മലയാളികൾ പോലും ഇല്ലാത്ത സ്ഥലത്തായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഇപ്പം ഇവിടെ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആരുടെ അടുത്ത് സംസാരിക്കാനും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ വീട്ടിലെ പണികളൊക്കെ ഒതുക്കി കഴിഞ്ഞാലും ബാക്കി സമയം ഉണ്ടാവും. ആ ഒരു സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നിയിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളൊരു ചാനലാണ് കേട്ടോ അത്. നമുക്ക് സമയം പോവുകയും ചെയ്യും, ആർക്കും ഒരു ദ്രോഹമില്ലാതെ നമ്മളെ കാര്യം തന്നെ എടുത്ത് വീഡിയോ ഇടുമ്പോൾ നമുക്ക് സമയം പോവുകയും ചെയ്യുന്നു മാത്രമല്ല നമുക്കിതിൽ ചെറിയൊരു ഇൻകവും കൂടെ കിട്ടും. അങ്ങനെ ഞാൻ തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ രാവിലെ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. ഞാൻ 6:30 കേട്ടോ എണീക്കുക, കുറച്ചും കൂടെ നേരത്തെ എണീക്കും. പക്ഷേങ്കിൽ കുറച്ച് സമയം ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിരിക്കും. കാരണം ഏട്ടന് ജനറൽ ഡ്യൂട്ടിയാണ് ഉണ്ടാവാറ്. ജനറൽ ഡ്യൂട്ടി എന്ന് പറയുമ്പം രാവിലെ പോയി വൈകുന്നേരം വരിക ചെയ്യുക. പിന്നെ ചില ഞായറാഴ്ച മാത്രം ഓഫ് ഉണ്ടാവും. ആകെ സമയം കിട്ടുന്നത് ഈ ഒരു രാത്രി വരുന്ന സമയത്ത്. രാത്രി വന്നാൽ തന്നെ നമുക്ക് വീട്ടിൽ ഒത്തിരി എന്തെങ്കിലും സാധനങ്ങളൊക്കെ എനിക്ക് പുറത്ത് പോയിട്ട് ഒറ്റയ്ക്ക് വാങ്ങാൻ ആവില്ല. അപ്പോൾ ഏട്ടൻ വന്നിട്ട് വേണം നമുക്ക് എന്ത് സാധനങ്ങളാണെങ്കിലും പുറത്ത് പോയിട്ട് വാങ്ങാനും. അപ്പോൾ നമുക്കിടയിൽ സംസാരിക്കാനുള്ളൊരു ടൈം അവിടെ കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ കുറച്ച് നേരത്തേക്ക് എണീറ്റിട്ട് ആരായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടാവുമല്ലോ. അങ്ങനെ രാവിലെ കുറച്ച് നേരത്തേക്ക് എണീറ്റ് ഞങ്ങൾ കുറേ നേരം സംസാരിക്കും. അങ്ങനെ കുറച്ച് നേരത്തെ എണീക്കും കേട്ടോ. പിന്നെ ഒരു 6:30 ആകുമ്പോഴാണ് ചായേൻ്റെ പണിയൊക്കെ തുടങ്ങാൻ നോക്കുക. അപ്പം ഇന്ന് ശനിയാഴ്ചയാണ്. ഏട്ടന് ഇന്നും ജനറൽ ഡ്യൂട്ടിയാണ്. പിന്നെ ഇപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ലീവിന് പോയാലൊക്കെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് കേട്ടോ. ഞാൻ തലേദിവസം ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് അരച്ച് വെച്ചത് ഇന്നലെ തേങ്ങ തീർന്നു അതിനെക്കൊണ്ട് തേങ്ങ വാങ്ങാൻ രാത്രി പോയിട്ടുണ്ടായിരുന്നേ. പോയൊക്കെ വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ഒരു മാവ് അരച്ച് വെച്ചത്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുമോ നന്നാവൊന്നും ചെയ്തിട്ടില്ല മാവ്. ഇപ്പം ഇഡ്ഡലി എന്താവുമെന്നൊന്നും അറിയില്ല. അങ്ങനെ അപ്പോൾ ഇന്നലെ ഞാൻ തേങ്ങ വാങ്ങാൻ പോയപ്പം 28 രൂപയ്ക്ക് കിട്ടി കേട്ടോ. തേങ്ങ നമ്മൾ 10 തേങ്ങയൊക്കെ ഒരുമിച്ച് വാങ്ങിക്കുമ്പം ഒരു തേങ്ങയ്ക്ക് 28 രൂപ. അങ്ങനെയാണ് കേട്ടോ അവർ വാങ്ങിച്ചത്. സ്ഥിരം വാങ്ങുന്ന സ്ഥലം കൊണ്ട് കുറച്ച് തരും. അല്ലാണ്ട് ഇവിടുന്ന് ഒരുമിച്ച് നമ്മൾ ഡിമാർട്ട് പോലെയുള്ള സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 36 രൂപയാണ് കേട്ടോ. അങ്ങനെ 10 തേങ്ങ 28 രൂപ നിരക്കിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ തലേദിവസം ഞാൻ സാമ്പാറായിരുന്നേ വെച്ചത്. അപ്പം സാമ്പാറും ഇഡ്ഡലി ആക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇഡ്ഡലീൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇന്ന് ഏട്ടന് ചോറ് വേണ്ട പറഞ്ഞു. കാരണം എനിക്ക് ഒത്തിരി കൊളാബറേഷനൊക്കെ ചെയ്യാനുണ്ട്, വീഡിയോസൊക്കെ എടുത്തു കൊടുക്കണം. നമ്മളെ വിശ്വസിച്ചിട്ട് നമുക്ക് കൊളാബ് തരുന്നവർക്ക് സമയത്തിന് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം എനിക്ക് 2-3 എണ്ണം ഇങ്ങനെ വന്നിട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഏട്ടൻ ഇന്ന് ചോറ് വേണ്ട പറഞ്ഞു. ശനിയാഴ്ച അല്ലെങ്കിലും ചില ശനിയാഴ്ചയൊക്കെ ഏട്ടൻ അവിടെ ക്യാൻറ്റീനിൽ തന്നെ കഴിക്കും. അപ്പം ഇന്ന് ചോറിൻ്റെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ചോറ് വയ്ക്കണം. പിന്നെ കറിയൊന്നും വേണ്ട. സാമ്പാറും തലേദിവസത്തെ രസമൊക്കെ ഉണ്ട്, അച്ചാറൊക്കെ ഉണ്ട്. പിന്നെ എനിക്കതൊക്കെ മതി. മൂക്ക് പിന്നെ അധികവും അവൾ ചെറുപയർ ഇട്ടിട്ടുള്ള ചോറാണ് അധികവും കഴിക്കാറ്. അങ്ങനെ ഇഡ്ഡലി തീരെ നന്നായിട്ടില്ല കേട്ടോ. അപ്പം കുറച്ച് നേരത്തെ അരച്ച് വയ്ക്കൊക്കെ ആണെങ്കിലേ നന്നാകത്തുള്ളൂ. അങ്ങനെ ഏട്ടൻ ഇഡ്ഡലിയും ചായയൊക്കെ കുടിച്ച് പോയി. പിന്നെ ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഏൾക്ക് ഒതുക്കി വയ്ക്കുന്നുണ്ട്. ഇല്ലേ അവൾ വന്ന് കിടന്ന് ആകെ അത് പോവും. പിന്നെ അതുമാത്രമല്ല അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പം അവിടെ ഉള്ളവർ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ അകത്ത് റൂമിൽ വിരിച്ചൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ കാണുമ്പോൾ തന്നെ എന്തോ പോലെയാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഞാനിതൊക്കെ ഒന്ന് മടക്കി വയ്ക്കും. അങ്ങനെ മടക്കി വയ്ക്കുകയാണ്. പിന്നെ ഇപ്പം കാര്യമായിട്ട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഇവിടെ ഇപ്പം ന്യൂസ് ചാനലും കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ മിനിഞ്ഞാന്ന് മഴയും കാറ്റും ഒക്കെ ഉള്ളത് കാരണം വന്നത് കൊണ്ട് തന്നെ പിന്നീട് നോക്കുമ്പോൾ ഒരൊറ്റ ന്യൂസ് ചാനലും ഇല്ല, മഴവിൽ മനോരമയില്ല, ബാക്കിയൊക്കെ ഉണ്ട്. അപ്പം ന്യൂസ് അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഞാൻ യൂട്യൂബിലൊക്കെയാണ് ഈ ഒരു ന്യൂസൊക്കെ നോക്കാറ്. പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു തരും, ഇങ്ങനെയായി അങ്ങനെയായി, ഗുജറാത്തിൽ കേട്ടിട്ടുണ്ട്, ഗുജറാത്തിൽ ഷെല്ലാക്രമണം നടന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു ജനലൊക്കെ ഒന്ന് തുറന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ. ചൂടായതിനെ കൊണ്ട് തന്നെ അകത്തൊരു നമ്മളിങ്ങനെ കുടുങ്ങിക്കിടന്നിട്ടുള്ളൊരു സ്മെല്ല് വരും. തീരെ ഇവിടെ എയറോസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഭയങ്കര ചൂടിങ്ങനെ അകത്തിങ്ങനെ തങ്ങി നിൽക്കും. മാത്രമല്ല ഈ ഒരു
കൂളറിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഇതാവുന്നേരം അതിനൊരു വല്ലാത്തൊരു മണമാണ്. അപ്പോൾ ഈ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ജനലൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ബെഡ്ഷീറ്റും ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ടി വി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കട്ടിലിട്ടതാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഉച്ച സമയത്ത് ഇവിടെ മാത്രമാണ് ഫാനുള്ളൂ. അതുകൊണ്ട് ഉച്ച സമയത്ത് ഇവിടെയൊക്കെയാണ് ഞാനും അച്ഛനും കിടക്കുകയൊക്കെ ചെയ്യുക. ഉച്ചയ്ക്ക് ആയാലും ഇവിടെ ഇപ്പം മഴ പെയ്തതിനെ കൊണ്ടാണോ എന്നറിയില്ല, ചൂട് നല്ല രീതിക്ക് കൂടിയ പോലെ തോന്നുന്നുണ്ട്. ഇന്നൊക്കെ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിക്ക് ചൂടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ഇരിക്കുക, ഇവിടെയാണ് ഫാനുള്ളൂ, ബാക്കി എല്ലാ ഫാനും കേടായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ എല്ലാ പണിയും വേഗം തീർത്ത് വെച്ചിട്ട് എനിക്ക് എൻ്റെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാമല്ലോ എന്ന്. അങ്ങനെ തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നച്ചു എണീറ്റിട്ട് ചായയൊക്കെ കുടിച്ച് അപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ട്. കുറച്ച് സമയം അവിടെയുള്ള കുട്ടികളോട് കളിക്കും. ആ ടൈമിൽ എനിക്ക് ഒത്തിരി പണികൾ തീർത്ത് വയ്ക്കാം. പിന്നെ മെയ് 9 അവൾക്ക് സ്കൂൾ തുടങ്ങുന്നത്. സ്കൂളല്ല, അംഗനവാടി, ഇവിടെ ബാലവാടി. അങ്ങനെ അതിൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, CBSE സിലബസാണ്. CBSE അല്ല, ഗുജറാത്ത് ബോർഡാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം KVയിലേക്ക് മാറ്റണം. നമുക്ക് അടുത്ത വർഷം പോസ്റ്റിങ്ങും വരും. അപ്പം വേറെ സ്ഥലത്തേക്ക് പോകുമല്ലോ. അപ്പോൾ CBSE സിലബസുള്ള KVയിലേക്ക് മാറ്റണം. അതുവരെ ഇവിടെ നിൽക്കട്ടെ വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാമല്ലോ കുട്ടികളൊക്കെ. അങ്ങനെ ഞാൻ തുടച്ചൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ ഇന്ന് കുറച്ച് അലക്കാനുണ്ട്. മാറ്റിയിട്ടുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ട്. ചിലപ്പം നാളെ അലക്കും. നാളെ ഏട്ടനെ ലീവ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, ഉറപ്പൊന്നുമില്ല. ഇന്ന് രാത്രിയാണ് നമുക്ക് നാളത്തെ ഡ്യൂട്ടി. ഇന്ന് രാത്രി ഒരു 8 മണിയാകുമ്പോഴത്തേക്കാണ് അറിയാം. ഇതിലിങ്ങനെ വരും. അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത്തിരി ചോറേ വെക്കുന്നുള്ളൂ. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഇതും വെച്ചിട്ടുണ്ട്, മുട്ട മോൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അരി എന്ന് പറയുമ്പം നമ്മളെ നാട്ടിൽ കിട്ടുന്ന അരിയല്ല. ഇവിടെ ഒരു കോലം റൈസ്, കോലം എന്നാണ് തോന്നുന്നു പേര്, എനിക്ക് ശരിക്കും പേരറിയില്ല. നമ്മളെ കുറുവേരിയുടെ പോലെയൊക്കെ തന്നെ ഉണ്ടാവും, പക്ഷേങ്കിൽ അത്ര വലിപ്പമില്ല. കുറുവേരിയും അല്ല. ആദ്യം ഞങ്ങൾ വാങ്ങിക്കുക പൊന്നി അരി പോലത്തെ അരിയായിരുന്നേ. പക്ഷേങ്കിൽ അത് ചില കറിയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ചില കറിക്ക് അത് ചേരില്ല. അങ്ങനെയാണ് ഈ അരി കിട്ടിയത്. ഈ അരിക്കും അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നല്ല എല്ലാ കറിയും കൂട്ടിയിട്ട് കഴിക്കുമ്പം എല്ലാ കറിക്കും ചേരും. അങ്ങനെ അപ്പം ഈ അരിയാണ് ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങുക. മാത്രമല്ല അതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ പിന്നെ ഞാൻ പാല് വന്നിട്ടുണ്ടായിരുന്നു. ആ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാലൊക്കെ നമ്മുടെ ഇവിടെ വീട്ടിൽ തന്നെ കൊണ്ടുത്തരും. ഇവിടെ അടുത്തെങ്ങാണ്ടുള്ള ഒരാളാണ്. അപ്പം അവർ വീട്ടിൽ തന്നെ കൊണ്ടുത്തരും. ഇവിടെ പാല് ഞങ്ങൾ 1/2 ലിറ്റർ പാലാണ് വാങ്ങൽ. 1/2 ലിറ്ററാണോ 1/4 ലിറ്ററാണോ എനിക്ക് ഓർമ്മയില്ല. 1/4 ലിറ്ററിന് 29 രൂപയാണ്. പശുവിൻ്റെ പാല്. എരുമേൻ്റെ പാലാണെങ്കിൽ അതിൽ റേറ്റ് വരും. അങ്ങനെ അപ്പം ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ചോറ് ഞാനൊന്ന് വാർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം അങ്ങനെ ഹോൾസ് ഉള്ളൊരു പാത്രം ഉണ്ടായിരുന്നേ, അതിലായിരുന്നു ചോറ് ഊറ്റിയിടുക. പക്ഷേ അതിൽ ഊറ്റിയിട്ടാൽ ചിലപ്പം വെള്ളം മൊത്തത്തിൽ അങ്ങ് പോവില്ല. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ വാർത്തെടുക്കാൻ നോക്കിയത്. ഇങ്ങനെയാകുമ്പം നല്ല ചോറായിരിക്കും, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ അടുപ്പത്തേക്ക് ഈ ഒരു രസം ഒന്ന് വെച്ചിട്ടുണ്ട്. തലേ ദിവസത്തെ രസമാണ് കേട്ടോ. രസവും സാമ്പാറും ഇരിപ്പുണ്ടായിരുന്നു. അത് രണ്ടും ചൂടാക്കി വയ്ക്കാൻ വിചാരിച്ചു. അത് രണ്ടും ഈ ഒരു അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. രസം ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു. സാമ്പാറും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ചൂടാക്കി വയ്ക്കുന്നുണ്ട്. അതോടെ ഇന്നത്തെ പണി എൻ്റെ ഒതുങ്ങിക്കഴിഞ്ഞ് പിന്നെ എനിക്ക് കുളിക്കണം. മോളിന്ന് രാവിലെ അവിടെ പോയിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കുളിച്ചിട്ടൊക്കെ വന്നത്. ചില ദിവസം അവിടെ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരിക. കുളിച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങി. പിന്നെ എൻ്റെ പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.